Hello my dear students, welcome to Again Classes. Trigonometric function chapter ഒരുപാട് ഫോർമുലാസ് ഉള്ള ചാപ്റ്റർ ആണ്. സോ ഈ ചാപ്റ്ററിലെ എല്ലാ ഫോർമുലാസും എങ്ങനെയാണ് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുക. സോ ഇത് വെച്ചൊരു വീഡിയോ ചെയ്യാമെന്നൊക്കെ എപ്പോഴും ലൈവിലൊക്കെ കമന്റ് ആയിട്ട് വരുന്നതാണ്. സോ ഈ വീഡിയോ അതാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ചാപ്റ്ററിലെ മൊത്തം ഫോർമുലാസും ആ ഫോർമുലാസിനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതാണ് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആവാനുള്ള സാധ്യത ഉണ്ട്. ബട്ട് കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുക, എന്നാലേ നിങ്ങൾ അവസാനത്തെ ഫോർമുല വരെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ലെറ്റ് us start with negative ആംഗിൾ ഫോർമുല. ആംഗിൾ അഥവാ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ഫോർമുലയാണിത്. സോ ഈ ഫോർമുല മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ആദ്യം ഫോർമുല നോക്കിക്കോ. സൈൻ ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ്, കോസ് ഓഫ് മൈനസ് എക്സ് പ്ലസ് കോസ് എക്സ്, ടാൻ ഓഫ് മൈനസ് എക്സ് മൈനസ് ടാൻ എക്സ്. ഈ ഫോർമുലയിൽ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ഈ കോസും സീക്കും ഇവർ രണ്ടുപേരും ഈ നെഗറ്റീവിനെ വിഴുങ്ങിക്കളയും. മീൻസ് ഇവർക്ക് മാത്രം പോസിറ്റീവ് ഉള്ളൂ. നമുക്ക് കോസ് ഓഫ് മൈനസ് എക്സ് പോസിറ്റീവ് കോസ് എക്സ്, സീക്ക് ഓഫ് മൈനസ് എക്സ് പോസിറ്റീവ് സീക്ക് എക്സ്. സോ ഇവർ നെഗറ്റീവിനെ വിഴുങ്ങിക്കളയും, ബാക്കിയുള്ളവരൊക്കെ നെഗറ്റീവിനെ പുറത്തേക്ക് തുപ്പും. അതായത് സൈൻ ഓഫ് മൈനസ് എക്സ് നോക്കും മൈനസ് ഓഫ് സൈൻ എക്സ്, ടാൻ ഓഫ് മൈനസ് എക്സ് നോക്കും മൈനസ് ഓഫ് ടാൻ എക്സ്. സോ മൈനസിനെ പുറത്തേക്ക് തുപ്പുന്ന ആൾക്കാരാണ് എല്ലാവരും. വിഴുങ്ങിക്കളയുന്ന ആരാ? കോസും സീക്കും. ബാക്കി എല്ലാവരും തുപ്പിക്കളയും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സൈൻ ഓഫ് മൈനസ് പൈ ബൈ സിക്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ നെഗറ്റീവ് സൈൻ പൈ ബൈ സിക്സ് എന്ന് എഴുതാം. മീൻസ് നെഗറ്റീവ് പുറത്ത് വന്ന്. ഇനി സൈൻ പൈ ബൈ സിക്സിന്റെ വാല്യൂ എന്താ? 1/2. സോ നെഗറ്റീവ് 1/2. Okay, right. So next is reduction formula. ഈ ഫോർമുല നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ആംഗിളിന്റെ 90-നേക്കാൾ വലിയ ആംഗിളിന്റെ 120 ഡിഗ്രി അല്ലെങ്കിൽ 210 ഡിഗ്രി, ഇത് തന്നെ റേഡിയനിലോ ഡിഗ്രിയിലോ നിങ്ങൾക്ക് തരുമെന്ന് ചോദിച്ചോ. 5π/6 റേഡിയൻ. സോ ഇതേപോലെ വലിയ ആംഗിളിന്റെ സൈൻ കോസ് ടാൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്യും. വേറെയും പല സാഹചര്യത്തിലും യൂസ് ചെയ്യും. സോ എസ്പെഷ്യലി ഇതാ ഇവിടെ നോക്ക്, ഇവിടെ പൈ ആണ്. സോ ഇവിടെ പൈ ആണ്, ഇവിടെ 2π ആണ്. ഓക്കെ, സോ π/2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഈ പൊസിഷനിൽ വരുമ്പോഴൊക്കെ ഈ ഫോർമുല മാച്ചിങ് ആണ്. സോ π/2ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്ന പൈയും 2π ഒക്കെയാണ്. സോ പൈ എന്ന് പറഞ്ഞാൽ π/2ന്റെ മൾട്ടിപ്പിൾ അല്ലേ? π/2 × 2 അല്ലേ പൈ. സോ ഇവിടെ വരുന്ന സാധനം π/2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. റിഡക്ഷൻ ഫോർമുല ഇത്രയും മാത്രമല്ല, ഇനിയും റിഡക്ഷൻ ഫോർമുല ഉണ്ട്. ഇവിടെ ഇത് കണ്ട, ഇവിടെ π/2, ഇവിടെ π/2, ഇവിടെ 3π/2, ഇവിടെ 3π/2. സോ π/2ന്റെ മൾട്ടിപ്പിൾ വരുമ്പോൾ മാത്രമേ ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ സ്ഥലത്ത് ഈ ഫോർമുല അല്ല യൂസ് ചെയ്യുക. അതിന് കോമ്പൗണ്ട് ആംഗിൾ ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ അവിടേക്ക് എത്തും. ഓക്കെ, സോ π/2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഞാൻ ഈ റൗണ്ട് ചെയ്ത പൊസിഷനിൽ π/2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുമ്പോഴൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്താണ്? റിഡക്ഷൻ ഫോർമുലയാണ്. ഇനി റിഡക്ഷൻ ഫോർമുല ഇത്രയും ഫോർമുലാസ് എളുപ്പത്തിൽ നമ്മൾ എങ്ങനെ പഠിക്കുക? അതിൽ ഒരു സീനും ഇല്ല. പൈയോ 2πയോ ആണ് വരുന്നതെങ്കിൽ, മീൻസ് പൈന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ, ഓക്കെ, പൈന്റെ മൾട്ടിപ്പിൾ മീൻസ് പൈ 2π കണ്ടാ റിഡക്ഷൻ ഫോർമുലയുടെ പൈ വന്ന് ഇവിടെ 2π വരുന്നത്. സോ ഇതാണ് വരുന്നതെങ്കിൽ ഒന്നും നോക്കാനില്ല, ഈ പൈ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ബാക്കി നിങ്ങൾ എന്താ കാണുന്നത്? സൈൻ തീറ്റ. ഇവിടെ സൈൻ തീറ്റ എന്ന് കണ്ട് ഇതാണ്. ഓക്കെ, ഈ കോസ് പൈ മൈനസ് തീറ്റയിൽ ഈ പൈ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ബാക്കി എന്താ കാണുന്നത്? കോസ് തീറ്റ. ഇവിടെ കോസ് തീറ്റ എന്ന് ചെയ്താൽ. ബട്ട് ഇവിടെ നോക്കും, ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്. നെഗറ്റീവും പോസിറ്റീവും അങ്ങോട്ട് മാറി കളിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് തീരുമാനാക്കുക? അത് ക്വാഡ്രന്റ് നോക്കിയിട്ടാണ് തീരുമാനാക്കുക. ഓക്കെ, ഇത് ഏതാ ക്വാഡ്രന്റ്? പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഏതാ ക്വാഡ്രന്റ്? നോക്ക്, ഇവിടെയാണ് പൈ മൈനസ് തീറ്റ വരാം. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. നോക്ക്, ഇതാണ് പൈ. നോക്ക് മക്കളെ, ഇതാണ് പൈ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് പൈ. ഇവിടെ പൈ എഴുതിയുണ്ടല്ലേ, ഇതാണ് പൈ. സോ പൈ മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടം വരെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, പൈ പ്ലസ് എന്ന് പറഞ്ഞാൽ പൈ എത്തിയിട്ട് പിന്നെയും മുന്നോട്ട് തേർഡ് ക്വാഡ്രന്റ് ആണ് പൈ പ്ലസ് തീറ്റ. നോക്ക്, ഇത് കണ്ട, ഇത് 2π ആണ്. അതുകൊണ്ട് തന്നെ ഇവിടം വരെ എത്തുകയാണെങ്കിൽ ദിസ് വിൽ ബി 2π മൈനസ് തീറ്റ. ഓക്കെ, സോ ഞാൻ ഇവിടെ തന്നെ എഴുതി വെക്കാം. നോക്കുക, പൈ മൈനസ് തീറ്റ, പൈ പ്ലസ് തീറ്റ, 2π മൈനസ് തീറ്റ, ഇങ്ങനെ കിടക്കുന്നത്. സോ ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഈ പൈ പ്ലസ് തീറ്റ തേർഡ് ക്വാഡ്രന്റ്, ഇവിടെ 2π മൈനസ് തീറ്റ വിച്ച് ഇസ് ഫോർത്ത് ക്വാഡ്രന്റ്. സോ ഇതിൽ ക്വാഡ്രന്റ് മനസ്സിലാക്കുക, നെഗറ്റീവും പോസിറ്റീവും തീരുമാനിക്കുക. ബാക്കി ഇതാ ഇവിടെ സൈൻ പൈ പ്ലസ് തീറ്റ എന്ന് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ സൈൻ എടുത്ത് ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, ഈ പൈ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ബാക്കി എന്താ കാണുന്നത്? സൈൻ തീറ്റ. ഈ നെഗറ്റീവും പോസിറ്റീവും എങ്ങനെയാണ് അതാണ് ഇനി പറയാനുള്ളത്. ഓക്കെ, സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ASTC എന്ന്. ഇവിടെ എല്ലാവരും പോസിറ്റീവ് ആണ്. ഓൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആർ പോസിറ്റീവ്. ഓൾ, A for all. ഇവിടെ സൈൻ ഇസ് പോസിറ്റീവ്. ഓക്കെ, സോ സൈനും സൈൻ്റെ റെസിപ്രോക്കലാണ് ഇവിടെ പോസിറ്റീവ്. അതായത് കോസ് ഇവിടെ നെഗറ്റീവ് ആണ്, ടാൻ ഇവിടെ നെഗറ്റീവ് ആണ്. സോ ഇവിടെ തേർഡ് ക്വാർട്ടറിൽ ടാൻ ആണ് പോസിറ്റീവ്. അതായത് സൈനും കോസും നെഗറ്റീവ് ആണ്, ഇവിടെ കോസ് ആണ് പോസിറ്റീവ്. ഓക്കെ, സോ അത് വെച്ചിട്ടാണ് ഏതാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാം. ഇപ്പൊ നോക്ക്, സൈൻ പൈ മൈനസ് തീറ്റ, ഇത് ഏതാ ക്വാഡ്രന്റ്? പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് പോസിറ്റീവ് സൈൻ തീറ്റ വന്നത്. പക്ഷേ കോസ് പൈ മൈനസ് തീറ്റ നെഗറ്റീവ് കോസ് തീറ്റ വന്നത് എന്തുകൊണ്ടാ? സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ, പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആരാണ് പോസിറ്റീവ്? സൈന് മാത്രമാണ് പോസിറ്റീവ്. അതുകൊണ്ട് കോസ് പൈ മൈനസ് തീറ്റയും ടാൻ പൈ മൈനസ് തീറ്റയും നെഗറ്റീവ് ആണ്. ഓക്കെ, നോക്ക്, പൈ പ്ലസ് തീറ്റ തേർഡ് ക്വാഡ്രന്റിൽ ആരാ പോസിറ്റീവ്? ടാൻ മാത്രം പോസിറ്റീവ്. അതുകൊണ്ട് ടാൻ പൈ പ്ലസ് തീറ്റ പോസിറ്റീവ്, ബാക്കി രണ്ടുപേരും നെഗറ്റീവ്. ഇതാണ് ഈ ഫോർമുല പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഓക്കെ, ഇനി ഇതേ സ്ഥാനം ഇപ്പൊ പൈയും 2πയും വന്ന പൊസിഷനിൽ ഇതേ സ്ഥലത്ത് തന്നെ
π/2 വന്നാലുള്ള അവസ്ഥ നമുക്ക് π/2 വന്നാലുള്ള π/2 അല്ലെങ്കിൽ π/2ന്റെ ഓഡ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3π/2 ഒക്കെ വന്നാലുള്ള അവസ്ഥ. ഇതേപോലെ തന്നെ ഈ സൈന് ഈ π/2 അങ്ങ് ഡിലീറ്റ് ചെയ്യുക. നേരത്തെ ഈ സൈൻ തന്നെയാണ് ഇവിടെ എഴുതിയിരുന്നത്, ഇത്തവണ അത് മാറി കോസ് ആവും. ഓക്കെ, സോ ഫംഗ്ഷൻ കോ ഫംഗ്ഷൻ ആയി മാറും. സോ സൈൻ ആണെങ്കിൽ ഇപ്പുറം കോസ് ആവും, കോസ് ആണെങ്കിൽ സൈൻ ആവും. നമുക്ക് സൈന് കോസ്, കോസ് സൈന്, ടാന് കോട്ടാവും, കോട്ട് ടാൻ ആവും, സീക്ക് വന്നാൽ കൊസീക്കാവും, കൊസീക്ക് വന്നാൽ സീക്കാവും. ഇങ്ങനെയാണ് മാറുക. ഓക്കെ, സോ സൈൻ കോസ്, കോസ് സൈന്, ടാന് കോട്ട്, കോട്ട് ടാന്, സീക്ക് കൊസീക്ക്, കൊസീക്ക് സീക്ക്, ഇങ്ങനെ മാറും. ഓക്കെ, എപ്പോഴാണ് മാറേണ്ടത്? π/2 അല്ലെങ്കിൽ 3π/2 വരുന്ന സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ല. എന്നാലും നമുക്കൊരു ഫോമുല നമുക്കൊന്ന് റാൻഡം ആയിട്ടൊരു ഫോമുല സെലക്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇതാ cos 3π/2 മൈനസ് സീറ്റിനെ ഞാൻ സെലക്ട് ചെയ്തത്. സോ ഇവിടെ കോസ് വന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ സൈൻ ആവും, ഇപ്പുറം സൈൻ ആവും. പിന്നെ ഇവിടെ ഉള്ള തീറ്റ അങ്ങോട്ട് എഴുതിയിട്ടുണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെഗറ്റീവ് പോസിറ്റീവ് എങ്ങനെ തീരുമാനിക്കുക? ഇത് ഏതാ ക്വാഡ്രന്റ്? 3π/2 മൈനസ് പറഞ്ഞാൽ ഏതാ ക്വാഡ്രന്റ്? നോക്കി മക്കളെ, ഞാനിത് അവിടെ എഴുതി വെക്കെ. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. 3π/2 മൈനസ് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റ്. ഇതല്ലേ 3π/2? നോക്ക്, ഇതല്ലേ 3π/2? ഇങ്ങനെ വന്നിട്ട് ഇതല്ലേ 3π/2? സോ 3π/2 മൈനസ് പറഞ്ഞാൽ 3π/2 എത്തുന്നതിന് മുന്നേ 3π/2 ആയിട്ടില്ല, 3π/2 മുന്നേ 3π/2 മൈനസ് ഏതാ ക്വാഡ്രന്റ്? 1, 2, 3, മൂന്നാമത്തെ ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്. സോ തേർഡ് ക്വാഡ്രന്റ് ആണ് cos 3π/2 മൈനസ് തീറ്റ. തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിരിക്കും, കാരണം തേർഡ് ക്വാഡ്രന്റിൽ ആരാ പോസിറ്റീവ്? ടാൻ ആണ് പോസിറ്റീവ്. AST, തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ്. സോ അതുകൊണ്ട് തന്നെ മൈനസ് സൈൻ തീറ്റ വന്നു, കാരണം തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് മൈനസ് വന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ റിഡക്ഷൻ ഫോമുല മനസ്സിലാക്കാൻ വേണ്ടി. റിഡക്ഷൻ ഫോമുല വെച്ച് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കളയാം. നോക്കിയേ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. നോക്കി, ഞാൻ പറഞ്ഞ വലിയ ആംഗിൾസിന്റെ വാല്യൂസ് ആണ് നമുക്ക് റിഡക്ഷൻ ഫോമുല വെച്ച് കണ്ടുപിടിക്കാനുള്ളത്. സൈൻ 150 ഡിഗ്രിന്റെ വാല്യൂ. ഓക്കെ, സൈൻ 150 ഡിഗ്രിന്റെ വാല്യൂ നോക്കിക്കോ. സൈൻ, ഓക്കെ, ഈ ചോദ്യം ഞാൻ ഇവിടെ ഇതാ, സൈൻ ഓഫ് 150 ഡിഗ്രി. 150 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിളിനെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയ പോലെ ഒന്നെങ്കിൽ ഈ ഫോമിലോ അല്ലെങ്കിൽ ഈ ഫോമിലോ സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പം 150 ഡിഗ്രി ആണല്ലോ, രണ്ടാമത്തെ ക്വാഡ്രന്റിലാണല്ലോ വരിക, ഈ ഒരു ഏരിയയിലാണല്ലോ വരിക 150 ഡിഗ്രി എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് പൈ മൈനസ്, പൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ 180 ഡിഗ്രി ആണുള്ളത്, പൈ റേഡിയൻ 180 ഡിഗ്രി ആണുള്ളത്. സോ 180 മൈനസ് 30 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഈ 150 ഡിഗ്രിനെ മനസ്സിലാക്കാം. സോ 150 ഡിഗ്രി ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് പൈ മൈനസ് 30. ഓക്കെ, പൈ റേഡിയൻ, അതായത് 180 ഡിഗ്രി മൈനസ് 30, സൈൻ പൈ മൈനസ് 30 എന്ന് വരും. സോ ഇവിടെ പൈ അല്ല വന്നിരിക്കുന്നത്, ഇവിടെ റിഡക്ഷൻ ഫോമിലെ റിഡക്ഷൻ ഫോമിൽ എങ്ങനെയാണ്? ഓക്കെ, പൈന്റെ മൾട്ടിപ്ലൈ വന്നു, π/2 3π/2 അല്ല വന്നത്, പൈ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതിനെ സൈൻ നിന്ന് കോസിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഈ പൈ ഡിലീറ്റ് ചെയ്യുക, നേരെ എന്ത് ചെയ്താൽ സൈൻ 30 എന്ന് ചെയ്താൽ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും. ഏതാ ക്വാഡ്രന്റ്? പൈ മൈനസ് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി മക്കളെ, ഇതാണ് പൈ, ഇതാണ് പൈ. സോ പൈ മൈനസ് പറഞ്ഞാൽ പൈ എത്തൂല, അതിന്റെ മുന്നേ. സോ അതിന്റെ മുന്നേ ഇത് എത്രാമത്തെ ക്വാഡ്രന്റ്? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആരാ പോസിറ്റീവ്? സൈൻ പോസിറ്റീവ് ആണ്, നമ്മുടെ സൈൻ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. സോ സൈൻ 30, ആൻസർ ഇസ് 1/2. ഓക്കെ, സോ ഇതേപോലത്തെ ആംഗിൾസിന്റെ ഒക്കെ വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കുക. ഇതേപോലെ തന്നെ ടാൻ 300 ഡിഗ്രി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക, ഏതാ ക്വാഡ്രന്റിൽ എത്താന്നുള്ളതൊക്കെ. ഓക്കെ, 270 വരെയാണെങ്കിൽ ഇവിടെ തരുന്നു, 300 ഡിഗ്രിയാണ് ഇപ്പുറത്തുള്ള ക്വാഡ്രന്റിലായിരിക്കും. നിങ്ങൾ ടാൻ 300 ഡിഗ്രി നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ, കോസ് ഓഫ് 7π/4. ഇത് നമുക്ക് ചെയ്യാം, ഇത് റേഡിയനിലാണ്, അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാർ ഞങ്ങൾ ഇങ്ങനെ റേഡിയനിലുള്ളത് ചെയ്യാം, സാർ ഇപ്പോൾ ഡിഗ്രിയിലുള്ളതല്ലേ ചെയ്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം, ഓർ റേഡിയനിൽ തന്നെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ടത് 7π/4 എന്ന് പറഞ്ഞ ആംഗിളിൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നുമില്ല മക്കളെ, ഈ 4 നേരെ എടുത്ത് ഇങ്ങോട്ട് എഴുതാം. ഏത്? ഈ 4 ഡിനോമിനേറ്ററിലുള്ള 4 നേരെ എടുത്ത് ഇങ്ങോട്ട് എഴുതാം. 4 7ൽ എത്ര തവണ പോകും? ഞാൻ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റുക കേട്ടോ. ഈ 7/4 മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റുക. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, സോ അതിൽ ചെറിയൊരു വ്യത്യാസം. 4 ഞാൻ നേരെ ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ഇനി 4 7ൽ എത്ര ടൈം പോകും? ആക്ച്വലി 4 7ൽ ഒരു പ്രാവശ്യം മാത്രമേ പോവുള്ളൂ, അല്ലേ? ഒരു പ്രാവശ്യം മാത്രമേ പോവുള്ളൂ. എന്നിട്ട് 1 ഇവിടെ എഴുതിയിട്ട് ബാക്കി റിമൈൻഡർ 3 ഇവിടെ എഴുതുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഇതാ 4 നേരെ ഇവിടെ എഴുതുന്നു. 4 7ൽ ഒരു തവണ പോകുന്നു, 4 1 4, ബാക്കി റിമൈൻഡർ ശിഷ്ടം 3 അത് ഇവിടെ എഴുതുന്നത്. ബട്ട് ഇവിടെ ശിഷ്ടം എഴുതുന്ന നമ്പർ, റിമൈൻഡർ എഴുതുന്ന നമ്പർ കഴിയുന്നതും ചെറിയ നമ്പർ ആക്കാൻ ശ്രമിക്കുക. ബട്ട് 3 ആണല്ലോ റിമൈൻഡർ, പിന്നെ എങ്ങനെ നമ്മൾ ചെറിയ നമ്പർ ആക്കാൻ ശ്രമിക്കുക? ഇവിടെ 4 7ൽ ഒരു തവണ പോവും എന്നുള്ളതിന് പകരം നമ്മൾ 2 തവണ പോകുന്ന ഇതിന്. ബട്ട് 4 2s are 8, 7 കഴിഞ്ഞു പോയി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? റിമൈൻഡർ -1 ആക്കി കളയാം. ഓക്കെ, ഇവിടെ +3 റിമൈൻഡറിന് പകരം -1 ആക്കുക. അതായത് 7/4നെ 1 + 3/4 എന്ന് എഴുതാം. അങ്ങനെയും ചെയ്യാം, ബട്ട് അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവും. 1 + 3/4 എന്ന് എഴുതുന്നതിന് പകരം 2 - 1/4 എന്ന് എഴുതാം. ഓക്കെ, സോ 2 - 1/4 7/4 അല്ലേ? നോക്കി നോക്ക്, 2 × 4 8, 8 - 1 7, 7/4.
ഓക്കെ. സോ 2 - 1/4 പൈ ആവും. അതായത് 7/4 പൈ എന്ന് പറയുന്നത് 2 - 1/4 പൈ ആവും. ഇനി പൈ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2π - π/4 എന്നാവുന്നതാണ്. ഓക്കെ. സോ ഇത് ഏത് ആംഗിൾ ആണ്? ഈ 7π/4 എന്ന് പറഞ്ഞ ആംഗിൾ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ എയിം ആയി കഴിഞ്ഞാൽ കോസ് ഓഫ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. ജസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി ഈ ആംഗിളിന്. സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം ഒന്ന് ചെയ്ത് നോക്കുക. നോക്ക് 2π - π/4 8π - π 7π/4 കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. 7π/4 കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇനി നോക്ക് cos 7π/4 അപ്പൊ എങ്ങനെ എഴുതി? cos ഓഫ് 2π - π/4 എഴുതി. ഇനി എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കുക? 2π ഡിലീറ്റ് ചെയ്യുക. പൈൻ്റെ ഇൻഡിജർ മൾട്ടിപ്പിൾ വന്നാൽ അതിനെ ഡിലീറ്റ് ചെയ്യുക. നേരെ cos π/4 എഴുതുക. cos π/4 എഴുതി. ഏതാ ക്വാഡ്രന്റ്? 2π മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π - ഇതാണ് 2π. സോ 2π എത്തുന്നതിന് മുന്നേ ഫോർത്ത് ക്വാഡ്രന്റിലായിട്ടിരിക്കും. ഈ ഒരു ഏരിയയിലായിട്ടിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിൽ ആരാണ് പോസിറ്റീവ്? നോക്കിക്കോ, ഫോർത്ത് ക്വാഡ്രന്റിൽ ആരാ പോസിറ്റീവ്? ASTC. കോസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ cos π/4 എന്ന് എഴുതിയാൽ നെഗറ്റീവ് ആക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഇവിടെ sin 7π/4 ആയിരുന്നെങ്കിൽ, കോസിന് പകരം sin 7π/4 ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസ് sin π/4 എന്ന് വന്നേനെ. സോ ഇവിടെ ആൻസർ വരാം പോസിറ്റീവ് കോസ് π/4, അതായത് 1/√2 വരും ആൻസർ. ഓക്കെ. സോ റിഡക്ഷൻ ഫോമുലയുടെ യൂസ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. മറ്റൊരു ക്വസ്റ്റൻ അവിടെ റിഡക്ഷൻ ഫോമുലയിൽ നിന്ന് തന്നെ cos 3π/2 + x ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം. നോക്ക്, ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ രണ്ട് ആംഗിൾ ഇങ്ങനെ പ്ലസ് ആയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചോ. 3π/2 + x രണ്ട് ആംഗിൾ പ്ലസ് ആയിട്ടോ മൈനസ് ആയിട്ടോ കിടക്കുകയാണെങ്കിൽ അവിടെ വരാൻ സാധ്യതയുള്ള ഫോമുല ഒന്നെങ്കിൽ റിഡക്ഷൻ ഫോമുല അല്ലെങ്കിൽ കോമ്പൗണ്ട് ആംഗിൾ ഫോമുല. റിഡക്ഷൻ ആണോ കോമ്പൗണ്ട് ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? കോമ്പൗണ്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോമുലയാണ് കോമ്പൗണ്ട് ആംഗിൾ ഫോമുല. അവിടെയും ഇങ്ങനെ x + y x - y എന്നുള്ള ഫോമുല ഉള്ളത്. ഇപ്പോൾ കോമ്പൗണ്ട് ആണോ റിഡക്ഷൻ ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ആംഗിൾ, ഓക്കെ, ഈ ആംഗിൾ, അതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ, ഈ തന്നിരിക്കുന്ന രണ്ട് ആംഗിൾ ഏതെങ്കിലും ഒരു ആംഗിൾ π/2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണോ വരുന്നത് നോക്കുക. ഫോർ എക്സാമ്പിൾ π/2 π 3π/2 2π ഇവരാണോ വരുന്നത് നോക്കുക. ഇവിടെ 3π/2 വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഇതെന്താണ്? π/2ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് റിഡക്ഷൻ ഫോമുലയാണ്. ഇനി റിഡക്ഷൻ ഫോമുല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെ, ഇവിടെ ഓൾറെഡി എല്ലാ റിഡക്ഷൻ ഫോമുലാസ് എഴുതിയിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഈ ട്രിക്കിലൂടെ മനസ്സിലാക്കാം. ഇവിടെ നോക്കി നോക്ക്, 3π/2 ആണ് വന്നത്. സോ കോസ് മാറി സൈൻ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ ഇത് sin x എന്ന് വരും. ഓക്കെ, കോസ് മാറിയിട്ട് എന്തായി മാറി? സൈൻ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഏതാ ക്വാഡ്രന്റ്? 3π/2 പ്ലസ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. 3π/2 കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോയി ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ cos 3π/2 + x പോസിറ്റീവ് sin x ആയിരിക്കും. ഇനി cos 2π + x ഇത് ഏത് ക്വാഡ്രന്റ് എത്തിയിട്ടുണ്ട് നോക്കി നോക്ക്. 2π കറങ്ങി ഇവിടെ എത്തിയ 2π പിന്നെയും മുന്നോട്ട് തന്നെ പോവാണ്. സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എത്തി, അവിടെ എല്ലാം പോസിറ്റീവ് ആണ്. സോ cos 2π + x എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് cos x. ഓക്കെ, അതായത് ഇവിടെ കോസ് മാറി സൈൻ ആവേണ്ട ആവശ്യമില്ല. ഇവിടെ 2π ആണ്, ഇത് നേരെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, cos x അത്രേ ഉള്ളൂ. റൈറ്റ്. ഇനി cot ഓഫ് 3π/2 - x ഇത് മാറുന്ന കേസാണോ മാറാത്ത കേസാണോ? തീർച്ചയായിട്ടും 3π/2 ഒന്നാ മാറും. എപ്പോഴാണ് മാറേണ്ടത്? π/2 3π/2 മാറും. പൈ 2π മാറൂല. 3π/2 വന്നത് മാറണം. കോട്ട് മാറുകയാണെങ്കിൽ എങ്ങോട്ട് മാറും? കോട്ട് മാറുകയാണെങ്കിൽ ടാനിലേക്ക് മാറും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ടാൻ എക്സ് ആണോ നെഗറ്റീവ് ടാൻ എക്സ് ആണോ? ഏതാ ക്വാഡ്രന്റ്? 3π/2 മൈനസ് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റ് അല്ലേ? 3π/2 മൈനസ് തേർഡ് ക്വാഡ്രന്റ് വരും. തേർഡ് ക്വാഡ്രന്റിൽ ആരാ പോസിറ്റീവ്? AST. ടാനും പോസിറ്റീവ് ആണ്, ടാന്റെ റെസിപ്രോക്കലായ കോട്ടും പോസിറ്റീവ് ആണ്. ഓക്കെ, സോ ഇത് പോസിറ്റീവ് ടാൻ എക്സ് പ്ലസ് ഇനി ഇവിടെ നോക്ക് cot 2π + x. 2π + x നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതാണ്. അവിടെ എല്ലാവരും പോസിറ്റീവ് ആണ്. സോ ഇത് cot x തന്നെ വരും. ഓക്കെ, അവിടെ മാറേണ്ട ആവശ്യമില്ല, കാരണം 2π ആ വന്നത്. 3π/2 π/2 വരുമ്പോഴാണ് മാറേണ്ടത്. ഈസ് ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. സോ sin x cos x tan x + cot x വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ sin x cos x തന്നെ എഴുതി. tan x + cot x tan x എഴുതാണ് sin x / cos x പ്ലസ് cot x നിങ്ങൾ എഴുതാ cos x / sin x എഴുതാ. ഒന്ന് LCM എടുത്ത് കളയാം, നമുക്ക് 1 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഒന്ന് LCM എടുത്ത് കളയാം. സോ ഇവിടെയുള്ള sin x cos x അനക്കണ്ട, അങ്ങനെ തന്നെ നിൽക്കട്ടെ. sin x cos x ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരും sin square x + cos square x ഡിവൈഡഡ് ബൈ sin x into cos x എന്ന് വരും. ഇതിൽ ഈ sin x cos x sin x cos x ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് sin square x + cos square x ആണ്, which is equal to 1. ഓക്കെ, ഈ sin x cos x ഈ sin x cos x ക്യാൻസൽ ചെയ്ത്. സോ ആൻസർ ഇസ് ഈക്വൽ ടു 1. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വി വിൽ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമ്പൗണ്ട് ആംഗിൾ ഫോമുല. സോ കോമ്പൗണ്ട് ആംഗിൾ ഫോമുലയും ഞാൻ പറഞ്ഞ റിഡക്ഷൻ ഫോമുലയും കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും. രണ്ടും ഇങ്ങനെ ബ്രാക്കറ്റിൻ്റെ അകത്ത് x + y മീൻസ് ബ്രാക്കറ്റിൻ്റെ അകത്ത് രണ്ട് ആംഗിൾ തമ്മിൽ ആഡോ സബ്ട്രാക്റ്റോ ആയിരിക്കും. നോക്ക്, x + y x - y ഈ ഫോമിലാണ് ഉണ്ടാവുക. ഓക്കെ, സൈന് കോസ് ടാൻ, ചുരുക്കി പറഞ്ഞാൽ x + y സൈൻ, അതായത് sin x + y cos x + y tan x + y, അതേപോലെ
സൈൻ എക്സ് മൈനസ് വൈ, കോസ് എക്സ് മൈനസ് വൈ, ടാൻ എക്സ് മൈനസ് വൈ. ഇതൊക്കെയാണ് നമുക്ക് കോമ്പൗണ്ട് ആംഗിൾ ഫോർമുലയിൽ ആവശ്യമുള്ളത്. സോ ഫോർമുല പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് പഠിക്കാനുള്ള ട്രിക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റേത് ഞാൻ പറഞ്ഞല്ലോ പഠിക്കാനുള്ള ട്രിക്ക്, അതങ്ങ് ഡിലീറ്റ് ചെയ്യുക. നമുക്ക് റിഡക്ഷൻ ഫോമിൽ എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഈ സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യുക, നേരെ കോസ് എക്സ് എഴുതുക. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ക്വാഡ്രന്റ് നോക്കാം. π/2 3π/2 വരികയാണെങ്കിൽ സൈന് മാറി നേരെ സൈൻ ഫംഗ്ഷൻ വന്നാൽ അതിന് കോസ് ഫംഗ്ഷൻ ആയിട്ട് മാറും. ടാൻ വന്നാൽ കോട്ടായിട്ട് മാറും. ഓക്കെ, മറ്റേത് മാറൂല. ഇനി കോമ്പൗണ്ട് ആംഗിൾ ഫോമിലേക്ക് വാ. കോമ്പൗണ്ട് ആംഗിൾ ഫോമിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. സൈൻ എക്സ് പ്ലസ് വൈ നോക്ക്, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ മിക്സ് ആണ്. സൈനും കോസും തമ്മിൽ മിക്സ് ആണ്. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്താ സെയിം തന്നെ, സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഇവിടെ പ്ലസ് വരുമ്പോൾ ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് വരുമ്പോൾ ഇവിടെ മൈനസ് ആണ്. ഓക്കെ, ഇനി കോസ് വരുമ്പോൾ എങ്ങനെയാണോ, മിക്സ് അല്ല. കോസ് ഒരുമിച്ച് സൈൻ ഒരുമിച്ച്, ഫ്രണ്ട്ലി അല്ല. സൈൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. സൈനും കോസും ഒക്കെ തോളിൽ കേട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോവുകയാണെങ്കിൽ കോസ് അത്ര ഫ്രണ്ട്ലി അല്ല. നോക്ക്, കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. അതേപോലെ തന്നെ കോസ് എക്സ് മൈനസ് വൈ നോക്ക്, കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ, ഐസൊലേറ്റഡ് ഒറ്റപ്പെട്ട് കിടക്കുക. കോസ് മൊത്തം ഒരുമിച്ച് സൈൻ മൊത്തം ഒരുമിച്ച് നമ്മൾ അത്ര ഫ്രണ്ട്ഷിപ്പ് ഇല്ല. അതേപോലെയാണ് കോസിന്റെ ഫോമുല. സൈൻ ഭയങ്കര കമ്പനിയാണ്, സൈനും കോസും നല്ല കമ്പനി ആയിട്ട് വരുന്നത്, മിക്സ് ആയിട്ടായിരിക്കുന്നത്. മാത്രമല്ല ഇത് ഓപ്പോസിറ്റ് ആണ്. പ്ലസ് വരുമ്പോൾ മൈനസും, മൈനസ് വരുമ്പോൾ പ്ലസും ആണ് വരുന്നത്. ഇതാണ് കോമ്പൗണ്ട് ആംഗിൾ ഫോമുല പഠിക്കാനുള്ള ഏറ്റവും നല്ല ട്രിക്ക്. ഓക്കെ, റൈറ്റ്. ടാൻ എക്സ് പ്ലസ് വൈന്റെ ഫോമുലയിൽ ടാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. ടാൻ എക്സ് പ്ലസ് വൈ എന്താ, ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ടാൻ ഓഫ് എക്സ് മൈനസ് വൈ ആണെങ്കിൽ ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. സംഭവം ഇവിടെ പ്ലസ്, ഇവിടെ വരുന്ന സംഭവമാണ് മേലെ ന്യൂമറേറ്ററിലുള്ളത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിനോമിനേറ്ററിലുള്ളത്. സോ നടുവിൽ പ്ലസ് വന്നാൽ മേലെ പ്ലസും താഴെ മൈനസും ആണ്, നടുവിൽ മൈനസ് വന്നാൽ മേലെ മൈനസും താഴെ പ്ലസും ആണ്. ഓക്കെ, സോ ടാൻ എക്സ് പ്ലസ് വൈൻ്റെ ഫോമുലയായി. ഇനി ഈ ഫോമുല അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക്, സൈൻ 75 ഡിഗ്രി. സോ 75 ഡിഗ്രി എന്നെല്ലാം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ആംഗിൾ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് കളയാം. ഓക്കെ, രണ്ട് ആംഗിളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കളയാം. നമുക്ക് അറിയുന്ന രണ്ട് ആംഗിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സൈൻ 45 പ്ലസ് 30 എന്ന് സ്പ്ലിറ്റ് ചെയ്യുക. 45 പ്ലസ് 30 ഡിഗ്രി അല്ലെ, 45ഉം 30ഉം കൂട്ടിയാൽ 75 ആണല്ലോ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് സൈൻ എക്സ് പ്ലസ് വൈ ഫോമുല അപ്ലൈ ചെയ്യുക. സൈൻ എക്സ് പ്ലസ് വൈ ഫോമുല നോക്ക്, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. എന്താണ് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. സോ സൈൻ ഓഫ് 45 പ്ലസ് 30 എന്താ വരാം, സൈൻ 45 കോസ് 30 പ്ലസ് കോസ് 45 സൈൻ 30. എക്സിനും വൈക്കും പകരം 45ഉം 30ഉം കൊടുക്കുക. സൈൻ 45 കോസ് 30 പ്ലസ് കോസ് 45 സൈൻ 30 പ്ലസ് cos 45 sin 30. ഇനി വാല്യൂ മൊത്തം കൊടുക്കുക. 45 30 നമുക്ക് അറിയുന്ന വാല്യൂസ് ആണ്. sin 45ന്റെ വാല്യൂ എത്രയാണ്, 1/√2. cos 30ന്റെ വാല്യൂ എത്രയാണ്, √3/2. sin cos 45ന്റെ വാല്യൂ 1/√2. sin 30ന്റെ വാല്യൂ 1/2. ഓക്കെ, സോ ഇനി ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക. ഡിനോമിനേറ്റർ നോക്ക്, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൾട്ടിപ്ലൈ എങ്ങനെ, ഫ്രാക്ഷൻസ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ √3 1 മൾട്ടിപ്ലൈ ചെയ്താൽ √3 വന്ന്, താഴെ 2 √2 മൾട്ടിപ്ലൈ ചെയ്താൽ 2 √2 വന്നു. അതേപോലെ തന്നെ ഇവിടെ 1 മൾട്ടിപ്ലൈ ചെയ്താൽ 1 വന്നു, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 √2 വന്നു. സോ 1/2 വന്നു. ഇനി ഈ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. ഫ്രാക്ഷൻസ് എങ്ങനെ ആഡ് ചെയ്യുക, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നേരിട്ട് അങ്ങനെ ആഡ് ചെയ്യുക. ഡിനോമിനേറ്റർ അങ്ങനെ എടുത്ത് എഴുതുക. √3ഉം 1ഉം ആഡ് ചെയ്യുക. സോ √3 പ്ലസ് 1/2 ഇസ് ദ ഫൈനൽ ആൻസർ. ഇത് എന്തിന്റെ വാല്യൂ അപ്പോൾ കിട്ടിയത്, സൈൻ 75 ഡിഗ്രിയുടെ വാല്യൂ. ഇതേപോലെ തന്നെ സൈൻ 15 ഡിഗ്രി ആണ് ചോദിച്ചതെങ്കിൽ ഈ 45 മൈനസ് 30 വരും, അവിടെ 75 ഡിഗ്രിക്ക് വരും. ഇനി ഇതേപോലെ കോസ് ആണ് ചോദിച്ചെങ്കിലും ടാൻ, അതായത് ഈ സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഫോമുല വെച്ചിട്ടാണ് സൈൻ 75 കോസ് 75 ടാൻ 75 സൈൻ 15 കോസ് 15 ടാൻ 15 എല്ലാം ഈ ഫോമുലയിൽ കിട്ടുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഫോമുല ഇസ് പ്രോഡക്റ്റ് ടു സം ഫോമുല. ഈ ഫോമുല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കോമ്പൗണ്ട് ആംഗിൾ ഫോമുല ആയ സൈൻ എക്സ് പ്ലസ് വൈ സൈൻ എക്സ് മൈനസ് വൈ രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യുന്നു. പിന്നെ സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാലും കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ടായി പോയിട്ട് പിന്നെ വരാനുള്ള ഫോമുലയാണ് 2 സൈൻ എക്സ് കോസ് വൈ. അതേപോലെ സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ 2 കോസ് എക്സ് സൈൻ വൈ. ഞാൻ ഇപ്പുറത്ത് ഇങ്ങോട്ടാണ് പറയുന്നത് കേട്ടോ. അതുപോലെ കോസ് എക്സ് പ്ലസ് വൈയും കോസ് എക്സ് മൈനസ് വൈ ആഡ് ചെയ്യണം. സംഭവം ഒന്നുമില്ല മക്കളെ, ഇവിടെ ഓൾറെഡി നമ്മൾ പഠിച്ച ഫോമുലല്ലേ ഈ സൈൻ എക്സ് പ്ലസ് വൈയും സൈൻ എക്സ് മൈനസ് വൈയും. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്താൽ എന്താവും, ഈ ഭാഗം ക്യാൻസൽ ചെയ്തിട്ട് സൈൻ എക്സ് കോസ് വൈ രണ്ട് പ്രാവശ്യം വരും. അതാണ് ഞാൻ ഇവിടെ 2 സൈൻ എക്സ് കോസ് വൈ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, 2 സൈൻ എക്സ് കോസ് വൈ. ഇപ്പുറത്തേക്കാണ് മനസ്സിലാക്കുന്നെങ്കിൽ ഈ ഫോമുല എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറ്റും. ഇത്രയേ ഉള്ളൂ. നോക്ക്, സൈൻ പ്ലസ് സൈൻ, സൈൻ പ്ലസ് സൈൻ വന്നു കഴിഞ്ഞാൽ 2 സൈൻ കോസ് അല്ലേ, സൈൻ പ്ലസ് സൈൻ 2 സൈൻ കോസ്. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചത് കേട്ടോ. നമുക്ക് സൈൻ പ്ലസ് സൈൻ 2 സൈൻ കോസ്. ഇതെന്താ വായിക്കുക, സൈൻ മൈനസ് സൈൻ 2 കോസ് സൈൻ, കോസ് പ്ലസ് കോസ് 2 കോസ് കോസ്, കോസ് മൈനസ് കോസ് മൈനസ് 2 സൈൻ. സൈൻ ഇവിടെ ഒരു മൈനസ് ഉണ്ടാവേ, ഇതാ ഫോമുലയിൽ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു മൈനസ് ഉള്ളത്. ഓക്കെ, സോ ഈ ഒരു ഷോർട്ട് കട്ട് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ ഫോമുലാസ് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഈ ഫോമുല വരുന്ന രീതിയിലുള്ള ഒരു ചോദ്യം ഇന്ന് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചൊരു ചോദ്യം, ഇത് അവിടെ നോക്കിയോ, cos 3π/4 plus x minus cos 3π/4 minus x. So ഈ ക്വസ്റ്റ്യൻ ഏതുപോലെയാണ്, cos x plus y minus cos x minus y എന്നുള്ള പാറ്റേണിലുള്ളത്. ഇതാണ് x, ഇതാണ് y. ഓക്കെ, സോ ഇതിന്റെ റിസൾട്ട് എന്താ, -2 sin x sin y ആണ്. തൊട്ടടുത്ത പേജിലുണ്ട്, നിങ്ങൾ കാണാം. ഓക്കെ, -2 sin x sin y. അപ്പോൾ ഇവിടെ എക്സിന്റെ പ്ലേസിലുള്ളത് 3π/4ഉം വൈന്റെ പ്ലേസിലുള്ളത് x ഉം ആണ്. സോ -2 sin
3π/4 സൈൻ എക്സ് എന്ന് വരുന്നതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സൈൻ 3π/4 വാല്യൂ കണ്ടുപിടിക്കണം, ഇവിടെ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യണം. സൈൻ 3π/4 വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? അത് യാതൊരുവിധ സീനും ഇല്ല, ഇതിന്റെ മുന്നേ പറഞ്ഞ റിഡക്ഷൻ ഫോമിൽ വെച്ചിട്ടാണ് ചെയ്യുക. എന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാവും? വലിയ ആംഗിൾ ആണ്, π/4 × 3 135 ഡിഗ്രിയാണ്. 45 × 3 അല്ലേ, π/4 45, 45 × 3 135 ഡിഗ്രിയാണ്. സോ തീർച്ചയായിട്ടും നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് ചെയ്യണം. 3π/4 എന്ന ആംഗിളിനെ നേരത്തെ കാണിച്ച പോലെ സ്പ്ലിറ്റ് ചെയ്യണം, π - π/4 സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ സൈൻ ഓഫ് π - π/4, 3/4 1 - 1/4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് സോ സൈൻ ഓഫ് π - π/4 ഇനി എങ്ങനെ കണ്ടുപിടിക്കുക? റിഡക്ഷൻ ഫോമുല വഴി നമുക്ക് മെല്ലെ റിഡക്ഷൻ ഫോമുലയിലേക്ക് കയറി. പൈ വന്നോ? പൈ ഓക്കെ, രണ്ട് ആംഗിളിൽ ഒരു ആംഗിൾ പൈ ആണോ അല്ലെങ്കിൽ പൈന്റെ മൾട്ടിപ്പിൾസ് ആണോ, അങ്ങനെ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സോ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് നേരെ π/4 ചെയ്താൽ സോ സൈൻ π/4 എന്ന് വരും. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് ആണ്. 1/√2. ഏതിന്റെ വാല്യൂ 1/√2? ഇതിന്റെ മാത്രം വാല്യൂ 1/√2. ഇവിടെ 2 ബാക്കിയുണ്ട്. സോ ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ എഴുതുന്ന സമയത്ത് നോക്കിക്കോ, -2 × 1/√2 × sin x എന്ന് വരുന്നതാണ്. സോ -2നെ വീണ്ടും ഞാൻ √2 × √2 എന്ന് എഴുതി. എന്തിനു വേണ്ടി? താഴത്തുള്ള റൂട്ടിനെ കട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ താഴത്തുള്ള √2നെ ഇവിടെ കട്ട് ചെയ്തും ചെയ്ത്. ഓക്കെ, സോ ഇവിടെ എന്തായി? -√2 sin x, ഹെൻസ് പ്രൂവ്ഡ്. ഇവിടെ -√2 sin x ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് വിൽ മൂവ് ടു നെക്സ്റ്റ് ഫോർമുല, സം ടു പ്രൊഡക്റ്റ് ഫോർമുല. ഇതേ ഫോർമുല തന്നെ മീൻസ് അതേ ട്രിക്ക് ഉപയോഗിച്ചിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് സം ടു പ്രൊഡക്റ്റ് ഫോർമുല. സോ ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കി. സൈൻ എ പ്ലസ് സൈൻ ബി. എ പ്ലസ് ബി അല്ല, ബ്രാക്കറ്റിന്റെ ഉള്ളിലല്ല ആംഗിൾസ് ഉള്ളത്. സൈൻ എ പ്ലസ് സൈൻ ബി രണ്ടാണ് കേട്ടോ, രണ്ട് കഷ്ണമായിട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സമ്മാണ് ഇവിടെ. അതിനെ ഏത് ഫോമിലേക്കാണ് നമ്മൾ മാറ്റുന്നത്? പ്രോഡക്റ്റിലേക്ക്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. സൈൻ എ പ്ലസ് സൈൻ ബി എന്താ ഫോർമുല നോക്ക്? 2 sin a + b/2 × cos a - b/2. ഇതിനെ പലരും സി ഡി എന്നെല്ലാം കൊടുക്കാറുണ്ട്. എക്കും ബിക്കും പകരം സി ഡി എന്ന് കൊടുത്തിട്ട് സി ഡി ഫോർമുല എന്നൊക്കെ വിളിക്കും. ബട്ട് ആക്ച്വലി ഇതിന്റെ പേര് സം ടു പ്രൊഡക്റ്റ് ഫോർമുലയാണ്. ഈ ഫോർമുലക്കും സെയിം ഷോർട്ട് കട്ട് തന്നെ മതി. നോക്ക്, s + s ദാ sin a + sin b, 2 sin a + b/2 cos a - b/2. ഓർഡർ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ സൈന്, ഇവിടെ കോസ്. ഓക്കെ, സോ സൈന് പ്ലസ് സൈന് നോക്കി. സൈൻ പ്ലസ് സൈൻ എന്താ? സൈന് കോസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. s + s s c. ഓക്കെ, s - s c s, അതായത് സൈൻ a - സൈൻ b = 2 cos a + b/2 sin a - b/2. സോ ഈ ആംഗിളും a + b/2 a - b/2 എന്ന് പറഞ്ഞ ആംഗിൾ ഇതെന്താ? ഈ രണ്ട് ആംഗിളും കൂട്ടുക, അതിന്റെ പകുതിയാണ് ഇവിടെ. ഈ രണ്ട് ആംഗിളും കുറയ്ക്കുക, അതിന്റെ പകുതിയാണ് ഇവിടെ. അത്രേ ഉള്ളൂ സാധനം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതാ പ്രൂവ് ചെയ്യാനൊരു ക്വസ്റ്റ്യൻ. sin 5x + sin 3x / cos 5x + cos 3x. മേലെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോമുല എന്താ? sin a + sin b ഫോമുലയാണ്. സോ ആ ഫോമുല പ്രകാരം ഇത് എങ്ങനെയാണ് വരാൻ നോക്കി. 2 sin a + b/2 അല്ലെ. സൈൻ പ്ലസ് സൈൻ വന്നാൽ എങ്ങനെയാണ്? സൈൻ പ്ലസ് സൈൻ വന്നാൽ സൈന് കോസ്. ഓക്കെ, 2 sin a + b/2, അതായത് 5x ഉം 3x ഉം ആഡ് ചെയ്യുക, അതിന്റെ പകുതി ചെയ്യുക. 5x ഉം 3x ഉം ആഡ് ചെയ്താൽ 8x, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 4x × cos ഓഫ് നമുക്ക് ഇത് രണ്ടും കുറയ്ക്കുക, അതിന്റെ പകുതി ചെയ്താൽ. ഇപ്പോൾ 5x ഉം 3x ഉം കുറച്ച് കഴിഞ്ഞാൽ 2x, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ x. 2 സൈന് കോസ്. ഇനി അടുത്തത് കോസ് പ്ലസ് കോസ് ആണ്. കോസ് പ്ലസ് കോസ് വരുമ്പോൾ എങ്ങനെയാ നോക്കി നോക്കുക. കോസ് പ്ലസ് കോസ് വരുമ്പോൾ കോസ്. ഓക്കെ, സോ 2 കോസ്. ആംഗിൾ വ്യത്യാസമൊന്നുമില്ല, മേലെയും താഴെയുള്ള ആംഗിൾ ഒക്കെ സെയിം തന്നെ. 5x ഉം 3x ഉം. സോ ഇവിടെ വരുന്നത് 4x ആയിരിക്കും. ആഡ് ചെയ്തിട്ട് പകുതി ചെയ്താൽ, സബ്ട്രാക്ട് ചെയ്ത് പകുതി ചെയ്തുമ്പോൾ cos x തന്നെ വരും. ഇനി ഇതിൽ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ നോക്കി, ഈ 2 കട്ടാവും, cos x ഉം കട്ടാവും, sin 4x ഉം cos 4x ഉം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. sin 4x / cos 4x. അതിൽ കട്ട് ചെയ്യാനൊന്നുമില്ല. sin 4x / cos 4x എന്ന് പറഞ്ഞാൽ tan 4x കിട്ടുന്നതാണ്. ദിസ് ഇസ് tan 4x. ഓക്കെ, സോ ഇതാണ് സം ടു പ്രൊഡക്റ്റ് ഫോർമുലേന്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ നെക്സ്റ്റ് ഫൈനലി ഡബിൾ ആംഗിൾ ഫോർമുല, ട്രിപ്പിൾ ആംഗിൾ ഫോർമുല, ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആവുന്നു. ട്രിഗ്നോമെട്രിന്റെ മൊത്തം ഫോർമുലാസും കഴിയും. ഡബിൾ ആംഗിൾ ഫോർമുല sin 2x നോക്ക്, എക്സിന്റെ ഡബിൾ 2x, അതുപോലെ cos 2x, tan 2x, ഇതൊക്കെയാണ് ഫോർമുല. sin 2x രണ്ട് ഫോർമുല ഉണ്ട്. 2 tan x, 2 sin x cos x ഉം 2 tan x / 1 + tan square x ഉം. cos 2x 4 ഫോർമുല ഉണ്ട്. cos square x - sin square x, 2 cos square x - 1, 1 - 2 sin square x, 1 - tan square x / 1 + tan square x. ഇതിന് പ്രത്യേകിച്ച് ട്രിക്ക് ഒന്നുമില്ല, ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും ഈ ഫോർമുലാസ്. ഓക്കെ, tan 2x ഭാഗ്യത്തിന് ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് ക്വസ്റ്റൻ എങ്ങനെയൊക്കെ വരും നോക്കി നോക്കുക. ലാസ്റ്റ് ഇയർ ബോർഡ് എക്സാമിന് വന്ന ചോദ്യമാണ് ഈ ഒരു ചോദ്യം. 1 - tan square 15 / 1 + tan square 15. ഈ ഫോർമുല അറിയുന്ന ഒരു കുട്ടിക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. നോക്ക്, 1 - tan square x / 1 + tan square x എന്ന് പറഞ്ഞാൽ cos 2x ആകുന്നു. സോ 1 - tan, ഇവിടെ എക്സിന്റെ പ്ലേസിൽ 15 ആണ്. സോ 1 - tan square 15 / 1 + tan square 15 എന്ന് പറഞ്ഞാൽ cos 2x ആണ്. ഈ 1 - tan square x / 1 + tan square x. സോ എക്സിന്റെ പ്ലേസിലാണ് ഇവിടെ 15 കിടക്കുന്നത്. സോ ഇവിടെ നേരെ എന്ത് വരും? cos 2 × 15 എന്ന് വരും അല്ലെ. ഈ സാധനം നേരെ എന്ത് വന്ന് cos 2x, ബട്ട് എക്സിന്റെ പ്ലേസിൽ 15 ആണ്. സോ cos 2 × 15 വരും. 2 × 15 എത്ര? 30 ഡിഗ്രി. സോ cos 30 ഡിഗ്രി വന്ന് ആൻസർ എത്ര വരുന്നത്? √3/2. ഇത്രയേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്.
സോ ഇതേപോലെ പ്രൂവ് ദാറ്റ് കോസ് 4x ഈക്വൽ ടു 1 മൈനസ് 8 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്. ഒരു ക്വസ്റ്റൻ ഇത് ഇവിടെ പ്രൂവ് ചെയ്യാൻ കിടക്കുന്നത്. കോസ് 4x ആണ് ഇവിടെ ഉള്ളത്. ബട്ട് ആക്ച്വലി നമ്മൾ പഠിച്ചത് കോസ് 2x ഫോമുലയാണ്. സോ ഇതേ പാറ്റേണിൽ ഇതേ ഫോമുല തന്നെ അപ്ലൈ ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണിത്. കോസ് 4x ഈക്വൽ ടു 1 മൈനസ് 8 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ആണ് പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റൻ. ബട്ട് കോസ് 4x ആർ കോസ് 4x എവിടെ നിന്ന് കിട്ടും? നമ്മളാണെങ്കിൽ കോസ് 2x വരെ അല്ലേ പഠിച്ചിട്ടുള്ളൂ. ബട്ട് അതേ ഫോമുല തന്നെ മതി കോസ് 4x ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കോസ് 4x നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം? കോസ് 4x 2 ടൈംസ് ഓഫ് 2x നാക്കി എഴുതാം. ഓക്കെ, സോ ഈ 4x 2x നാക്കി എഴുതാം. ഓക്കെ, 2x 4x ആണല്ലോ. അതായത് ഇനി കോസ് 2x ഫോമുല അപ്ലൈ ചെയ്യാം. കോസ് 2x ഫോമുല എന്താ? കുറെ ഫോമുലാസ് ഉണ്ടല്ലോ, അതിലൊരു ഫോമുല അപ്ലൈ ചെയ്യാം. അതിൽ എക്സിന്റെ പ്ലേസിൽ 2x എഴുതണം, മാത്രമേ ഉള്ളൂ. കോസ് 2x ഫോമുല തന്നെ അപ്ലൈ ചെയ്യാം. ബട്ട് എക്സിന്റെ പ്ലേസിൽ 2x ആയിരിക്കും. ബട്ട് ഇവിടെയും പ്രശ്നം വരും, കോസ് 2x ഏത് ഫോമുല അപ്ലൈ ചെയ്യേണ്ടത്? ആക്ച്വലി കോസ് 2x കുറെ ഫോമുല ഉണ്ടല്ലോ. നമുക്ക് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ഉണ്ട്, 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഉണ്ട്. സോ ഇതിൽ ഏത് ഫോമുല അപ്ലൈ ചെയ്യേണ്ടത്? ഞാൻ പറയുന്നത് ഈ ഫോമുല അപ്ലൈ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന ഫോമുല കോസ് 2x. എന്തുകൊണ്ടാണ് ആ ഫോമുല അപ്ലൈ ചെയ്തത്? നോക്ക് മക്കളെ. കോസ് 2x ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള ഈ ഫോമുല തന്നെ അപ്ലൈ ചെയ്യാൻ പറയാനുള്ള കാരണം എന്താ? കാരണം ക്വസ്റ്റ്യനിലും പ്രൂവ് ചെയ്യേണ്ടതിലും രണ്ടിലും നിങ്ങൾ നോക്കി നോക്ക്. ഓക്കെ, ഇവിടെ ഒരു പിങ്ക് കളർ, ഇവിടെ സ്ക്വയർ ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിലും 1 മൈനസ് ആണ്, ഈ നമ്മൾ പ്രൂവ് ചെയ്യാൻ ഈ ഫോമുലയിലും എന്താണ്? 1 മൈനസ് 2 സൈൻ സ്ക്വയർ. സോ ഇത് മാച്ചിങ് ആണ്, രണ്ടിലും 1 മൈനസ് വരുന്നുണ്ട്. സോ ഇതേ ഫോമുല തന്നെ അപ്ലൈ ചെയ്യുക. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ ഉള്ള എക്സിന് പകരം നമ്മൾ കൊടുക്കേണ്ടത് 2x ആയിരിക്കും. ഇത് കോസ് 2x ആണ്, ഇത് 2x ആണ്. എക്സിന്റെ പകരം 2x ആണുള്ളത്. സോ ഇതേ സാധനം തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ വരുന്നതാണ്. കോസ് 4x ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ, അവിടെ എക്സിന് പകരം 2x വരും. 1 മൈനസ് 2 സൈൻ സ്ക്വയർ 2x വരും. എഗെയിൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഡബിൾ ആംഗിൾ ഫോമുല വരെയാണ്, കാണുന്നില്ലേ? സൈൻ 2x വീണ്ടും ഡബിൾ ആംഗിൾ ഫോമുലയാണ്. അവിടെ വീണ്ടും ഫോമുല അപ്ലൈ ചെയ്യാം. സോ സൈൻ 2x ഫോമുല എന്താ? ഇതേ പേജിൽ തന്നെ നമ്മൾ ഇതിന്റെ 2 സൈൻ എക്സ് കോസ് എക്സ് സൈൻ 2x എന്താണ്? 2 സൈൻ എക്സ് കോസ് എക്സ്. സോ ആ ഫോമുല ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 1 മൈനസ് 2 ഇൻടു സൈൻ 2x പകരം 2 സൈൻ എക്സ് കോസ് എക്സ്, 2 സൈൻ എക്സ് കോസ് എക്സ്, അതിനുശേഷം അതിനൊരു സ്ക്വയറും കൂടി ഉണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാ സ്ക്വയർ ചെയ്യുക? നമ്മൾ ഈച്ച് ആൻഡ് എവറി ടേമിന് നമ്മൾ സ്ക്വയർ ചെയ്യേണ്ടി വരും. പിന്നെ ഈ 2 മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇത് 1 മൈനസ് 2 ഇൻടു പിന്നെ എന്താ ഉള്ളത്? ഈ 2നെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. സൈനിനെ സ്ക്വയർ ചെയ്തു, സൈൻ സ്ക്വയർ എക്സ് കിട്ടി. കോസിനെ സ്ക്വയർ ചെയ്തു, കോസ് സ്ക്വയർ എക്സ് കിട്ടി. ഇനി ഫൈനലി ഈ 2ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 8 വന്ന് 1 മൈനസ് 8 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് അവിടെ കിട്ടിയിട്ടുണ്ട്. 1 മൈനസ് 8 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, സോ ഇനി ഒരു സെറ്റ് ഫോമുലയും കൂടി ഉണ്ട്, വിച്ച് ഇസ് ട്രിപ്പിൾ ആംഗിൾ ഫോമുല, 3x വരുമ്പോഴുള്ള ഫോമുല. ഓക്കെ, ഈ ഫോമുല വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല നമ്മൾ. സൈൻ 3x ഫോമുല നോക്ക്. 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. കോസ് 3x ഫോമുലയും ഇതും ഏതാണ് ഒരുപോലെയാണ്, നേരെ തിരിഞ്ഞിട്ട് കിടക്കുന്നത്. ഇത് ഇപ്പുറത്തും ഇത് അപ്പുറത്തും കിടക്കുന്നത്. നമുക്ക് 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ്. പിന്നെ കോസിന്റെ ഫോമുലയിൽ കോസ് ആണ് കേട്ടോ ഉള്ളത്. ഓക്കെ, സൈനിന്റെ ഫോമുലയിൽ സൈൻ. tan 3x ഫോമുല 3 tan x മൈനസ് tan ക്യൂബ് എക്സ് ബൈ 1 മൈനസ് 3 tan സ്ക്വയർ എക്സ് 1 മൈനസ് 3 tan സ്ക്വയർ എക്സ്. സോ ഇത്രയും ഫോമുലാസ് ആണ് നമ്മളെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ചാപ്റ്ററിലുള്ളത്. എല്ലാ ഫോമുലാസും നിങ്ങൾ കാണുന്നുണ്ട്. ഒരു സാധനം കൂടി ഉണ്ട്, നോക്കിക്കോ. മൊത്തം ഫോമുലാസിന്റെ ലിസ്റ്റും കൂടി ഒരൊറ്റ പേജിൽ, ഈ ഒരൊറ്റ പേജിൽ എല്ലാ ഫോമുലാസും ഈ ഒരൊറ്റ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പേജും കൂടി ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഫോമുലാസും കൂടി ഒരു പേജിലാക്കി വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഓരോ പേജിലാകുമ്പോൾ ബുദ്ധിമുട്ടാവും. ബട്ട് ഈ ഒരു പേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫോമുലാസും ആയി. ഓക്കെ, സോ ഇത്രയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.